പുരുഷന്റെ ഹോർമോൺ ബേസിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഗ്രഷനും സെക്സിനുമാണ്. സ്ത്രീയുടെ ഇമോഷൻസും കണക്ഷനും കമ്മ്യൂണിക്കേഷനുമാണ്. അതുപോലെ പുരുഷന് വേണ്ടി തലച്ചോറിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സെക്സിന്റെ സ്പേസ് ഇത്രയാണെന്ന് എഴുതി വന്നത്. വെറുതെ ഒരു വലിപ്പം, ഇത്രയും വലിപ്പം ഉണ്ടെന്നില്ല. സ്ത്രീക്ക് അത് ഇത്രയാണ്. ഒരു പെൺകുട്ടി നടന്ന് സെക്സ് ആയിട്ട് പോകണ കണ്ടാൽ നമുക്ക് ഇറക്ഷൻ ഉണ്ടാവും ആണെങ്കിൽ, പെണ്ണിനത് ഉണ്ടാവില്ല. അത് ഞാൻ ആൺകുട്ടികളോട് പറയും, ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ മുട്ടി കേൾക്കുന്നു, ചേർന്ന് കൊണ്ട് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ കാരണം അവർക്ക് അതിനുള്ള അത് എൻജോയ് ചെയ്യാനുള്ള അത്രയും വലിപ്പം ഉണ്ട്. പക്ഷെ ചില മൊമെന്റുകളിൽ അതുണ്ട്. പിന്നെ ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള ആണുങ്ങളും പെൺപിള്ളേരും ഉണ്ടാവും. നിങ്ങൾ 90% എടുക്കുകയാണെങ്കിൽ അനുവാദമില്ലാത്ത സ്പർശങ്ങൾ ബാഡ് ടച്ച് ആണ്. ഈ പെൺകുട്ടിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഹോർമോൺ കൊണ്ട് മാരിനേറ്റ് ചെയ്യപ്പെടാണ് എല്ലാ തവണയും. അതായത് പീരീഡ്സ് തുടങ്ങണേക്കാൾ മുമ്പ് അവൾക്ക് വേറെ മൂഡിലായിരിക്കും, പീരീഡ്സ് സമയത്ത് വേറെ മൂഡിലായിരിക്കും, പീരീഡ്സ് കഴിയുമ്പോൾ വേറെ അവസ്ഥയായിരിക്കും, ഗർഭിണിയാകുമ്പോൾ ഒരു അവസ്ഥയാണ്, മുലയൂട്ടുമ്പോൾ ഒരു അവസ്ഥയാണ്, മുലയൂട്ടിൽ നിൽക്കുമ്പോൾ വേറെ അവസ്ഥയാണ്, മെനോപോസിൽ വേറെ അവസ്ഥയാണ്. നമുക്കിത് എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് എ സ്ട്രഗിൾ ടു ബി എ വുമൺ. എളുപ്പമല്ല പെണ്ണായിരിക്കാന്ന് പറയുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.